എന്റെ പേര് അബിൻ മേരി സ്റ്റീഫൻ. ഒരു കൊച്ചു ജനിച്ച് ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ഒരു പിങ്ക് ടൗലി പാവത്തിന് എടുത്ത് അതിന്റെ അച്ഛൻ്റെ കൊണ്ട് കൊടുക്കും. അത് ഇങ്ങനെ എടുത്ത് ആ മനുഷ്യന് ഒരു ചുംബനം കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഒമ്മത്തെ ചെറുക്കന്റെ മുറിയ കൊച്ച് ഒന്ന് നോക്കിയേ, ഒന്ന് നോക്ക്. ആ കവിള് കണ്ട, ആ മൂക്ക് കണ്ടോ, ഉമ്മടെ ചെറുക്കനെ കൂട്ടി തന്നിരിക്കണേ. ഈ 28 വയസ്സായ പയ്യന്റെ മുഖാണോ ഈ 1/2 മുമ്പ് പെറ്റ കൊച്ചിന്? എനിക്കറിയാൻ പാടില്ല. പക്ഷെ കണ്ണും നമ്മുടെ അകത്തിറങ്ങണ കൊച്ചിന്റെ കേട്ടോ ആ പീലിയുടെ ഒരു വളവ് കണ്ടില്ലേ? എനിക്കും അറിയാൻ പാടില്ല. എന്റെ ചോദിക്കണേ, ഇവനും ആ അകത്ത് കിടക്കണ പെണ്ണെങ്ങാനും പറഞ്ഞോ ഇത് എന്റെ പിള്ളയല്ലാന്ന്, ഈ തള്ള വന്ന് തള്ളേണ്ട വല്ല കാര്യമുണ്ടോ? എല്ലാ ലേബർ റൂമിലും കാണുന്ന കാഴ്ചയത്. ഈ കൊച്ചൊരു ഇച്ചിരി വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പേരിടുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. പണ്ടത്തെ പേരൊക്കെ എന്ത് രസമുള്ള പേരായിരുന്നു. എന്റെ പേര് തന്നെ എടുക്കാം. അബിയുണ്ട്, അഭിറാമുണ്ട്, അഭിലാഷുണ്ട്, അഭിത്തുണ്ട്, പിന്നെ അഖിലുണ്ട്, അമലുണ്ട്, ആകാശുണ്ട്, ആശിഷുണ്ട്, ആദർശുണ്ട്, പിന്നെ ഒരു ആനന്ദുണ്ട്, ഒരു വിഷ്ണു ഉണ്ട്. എല്ലാ നാട്ടിലുണ്ട്. ഇപ്പോഴത്തെ പേര് കേൾക്കണം. 2022 ഇതുപോലെ ട്രെൻഡാൻ പോണ ഒരു പേരുണ്ട് കേട്ടോ, ആദം. പിന്നെ ലൂക്ക. എന്റെ പൊന്ന് രമേശേട്ടാ, ലൂക്ക എന്നൊക്കെ പേരിട്ടാണ് പയ്യൻ ഒരു 12ാം ക്ലാസ് ആകുമ്പോ അവന്റെ കളിപ്പേരെന്താന്ന് വല്ല ഐഡിയ ഉണ്ടാ? ഞാൻ പറയണില്ല, സെൻസർ ചെയ്യും. നിങ്ങളത് ആലോചിച്ചെടുക്ക്. ഇപ്പോഴത്തെ പേരുകൾ കേൾക്കണം. എറുട്ടിട്ട് താഴ്ത്തിട്ട് തോടിരിക്ക്. അജേട്ടാ 100 ml ഒരു എഞ്ചിൻ ഓയിൽ മേടിച്ച് നാക്കിൽ ഒഴിക്കണം. നാക്ക് കൂടിങ്ങ ചെറുവരലിട്ട് തിറ്റിക്കാനായിട്ട്. ഈ പണ്ട് കാലത്ത് നമ്മുടെ ഫോട്ടോ വെച്ച് ഭാഗത്ത് സൂന്തമുറുക്കാൻ വിൽക്കാൻ തന്നെ ബായിക്കുകയാണ് ഞാൻ ഇങ്ങനത്തെ സ്റ്റൈലിഷ് നെയിംസ് കേട്ടിട്ടുള്ളൂ. അതൊക്കെ പോട്ടെന്നൊക്കെ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞതേ ഈ വക പരിപാടിക്കൊന്നും ഞാനില്ല കേട്ടോ. എന്റെ കൊച്ചിന് എന്റെ അച്ഛന്റെ പേര് നമ്മുടെ ലാൽ ജൂനിയറൊക്കെ ഇട്ടേക്കണ അവനൊരു ഇൻസ്പിറേഷൻ ആണ്. ഞാൻ പറഞ്ഞു നീയാണ് മാറ്റം, നീയാണ് മാറ്റത്തിന്റെ മാറ്റൂലി, അങ്ങനെ തന്നെ ചെയ്യടാ കൂട്ടുകാർ, അങ്ങനെ മതി എന്ന് പറഞ്ഞു. ദിവാകർ മനോഹർ ഒരു രസമുണ്ട്, നല്ലൊരു പേര്. ഞാൻ പറഞ്ഞു നന്നായിടാ. പേരിട്ട് പിറ്റേ ദിവസം അകത്തുനിന്നൊരു വിളി, ദിവാകരാ നിക്കറിലും ഉള്ളരുതിനി. ഈ പാവം മനുഷ്യൻ ഫ്രണ്ടിലിരുന്ന് പേപ്പർ വായിക്കാണേ. പെടലി വെട്ടി തിരിഞ്ഞു ബാക്കിലേക്ക്. ഭാഗ്യം ഇനല്ല കൊച്ചിനെ പറയണേ, അത് വിഷയല്ലാട്ടോ, അത് കൊച്ചിനെ പറഞ്ഞതാ. നിങ്ങൾ ഇത് എന്താ സാറേ ടെൻഷൻ വിട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ മനോഹരൻ വന്നിട്ട് പറഞ്ഞേ, ദിവാകരാ മിറ്റത്തുനിന്ന് കയറിപ്പോളാ, 2 അടിയും തന്നാളുണ്ടല്ലോ. നാട്ടില് പാട്ടാ, മനോഹരൻ ആള് ശരിയല്ല, ആള് തന്തല്ല, ആ കാർന്നവരെ തലക്കടിക്കുന്നു പറഞ്ഞവൻ ഇങ്ങനെ പടർന്നു. ഏറ്റവും വിഷയം 3ന്റെ അന്നായിരുന്നു കേട്ടോ. ഇവന്റെ വൈഫ് പറഞ്ഞു, ദിവാകര പാല് കുടി. ഈ പാവപ്പെട്ടവൻ പറഞ്ഞു, പൊന്നും മോനെ കൊച്ചിന്റെ പേര് മാറ്റ്, നാട്ടാരച്ഛനെ കൈവെക്കും. ഇവൻ പറഞ്ഞു, അച്ഛാ പേര് മാറ്റാൻ വല്ല ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തു പോയില്ലേ, എന്താ ചെയ്യാ? വേണ്ട, നീ പേര് മാറ്റണ്ട. 60ാം വയസ്സില് രമേശേട്ടാ ആ പാവം മനുഷ്യൻ ഗസ്റ്റഡി കൊടുത്ത് പേര് മാറ്റിട്ടോ, ബദ്രിനാഥ്. അവസരം വന്നു. നാട്ടിൽ നടക്കുന്ന അവസരങ്ങൾ ഇതൊക്കെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞ സാഹചര്യം മാറി. ഇപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം എന്തുട്ടാ? സ്ക്രീൻ ടൈം. ആര്യ ചേച്ചിക്കായിട്ട് ഈ സാധനം മെയിൻ ആയിട്ട് പറയണേ, ശ്രദ്ധിച്ചിരുന്നോളാ. കുട്ടികളുണ്ടായ സ്ക്രീൻ ടൈം കുറയ്ക്കുക, മനസ്സിലായോ? പൃഥ്വിരാജിന്റെ സ്ക്രീൻ ടൈം, കൊച്ചിന്റെ സ്ക്രീൻ ടൈം എത്രയാ? അതൊക്കെ ഒരു ജനറൽ നോളജ് പഠിച്ചു വെക്കണം. ഇവിടെ അവിടുത്തെ ഒരു ചേച്ചി പറയാ, എന്റെ കുട്ടിക്ക് ഫോൺ കൊടുക്കില്ല, TV കാണിക്കില്ല. പൃഥ്വിരാജിന്റെ കൊച്ചിന്റെ സ്ക്രീൻ ടൈം 15 മിനിറ്റാ. ഞാൻ കാണിക്കില്ല, അത് അങ്ങോട്ട് വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഞാനീ പറഞ്ഞ ചേച്ചിയുടെ വീട്ടിലൊരു ദിവസം പോകാനിടയായി. നല്ലൊരു കേസാണല്ലോ ചേച്ചി പറഞ്ഞേ, നല്ല പരിപാടി. എന്റെ പൊന്നും ബേബി സാറേ, അവിടെ ചെന്നപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ആ പിള്ള ഉണ്ണണെങ്കിലും ഉടുക്കണെങ്കിലും 1 ഔൺസ് അപ്പി ഇടണമെങ്കിൽ വരെ ഫോൺ വേണോന്ന്. പിള്ളേരുടെ അപ്പി ഫോണായിട്ട് കണക്റ്റഡ് ആണ് നാട്ടിലൊക്കെ ഇറക്കമ്പി. ഞാൻ ചോദിച്ച എന്തുട്ട് പരിപാടി നിങ്ങൾ കാണിച്ചത്? നിങ്ങൾ കുറച്ചു മുമ്പ് പൃഥ്വിരാജിന്റെ കൊച്ചിനെ പറ്റി പറഞ്ഞല്ലോ. ആ ചേച്ചി പറയാ, പൊന്നാരം മോനെ, പൃഥ്വിരാജിന്റെ കൊച്ചിനെ നോക്കാൻ അവിടെ ആയുണ്ട്, നമ്മുടെ പിള്ള പായലും ഉള്ളിയെ പോലും നോക്കാൻ ഇവിടെ ആളില്ലടാ. അപ്പൊ നിങ്ങളെല്ലാരും വിചാരിക്കേണ്ട കാര്യം എന്താന്ന് എനിക്കറിയാം. ആ ചേട്ടാ, ഇതൊക്കെയല്ലേ ഇപ്പൊ വിചാരിച്ചോണ്ടിരിക്കണേ? നിനക്ക് ആദ്യം ഒരു പിള്ള ഉണ്ടാവട്ടെ, അപ്പൊ നിന്റെ വായ്ത്താളം കാണാന്ന്. പെണ്ണ കിട്ടിയിട്ടില്ല, പിന്നെ പിള്ള ഉണ്ടാവണേ. അതൊക്കെ നമുക്ക് അപ്പം നോക്കാം. ഓക്കെ അല്ലേ? പോകട്ടെ.